ഹലോ ഗൈസ്, ഞാൻ ആഗീഷ് കമസ്. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ IMൻ്റെ റിവ്യൂ ആണ് ഗൈസ് കാണാൻ പോകുന്നത്. ഏതാണെന്ന് വെച്ചാൽ KC EDX Pro എന്ന് പറഞ്ഞൊരു IM ആണ് ഗൈസ്. നേരെ നിങ്ങൾ അൺബോക്സിങ് കാണുക, അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയെല്ലാം സംസാരിക്കാം. ഗൈസ്, അടുത്ത് നമ്മൾ ഈ IMൻ്റെ ഡിസൈനും കംഫോർട്ടിനെ പറ്റി കാര്യം പറയാം. ഈ IM എന്ന് പറഞ്ഞൊരു സെമി ട്രാൻസ്പെറൻറ്റ് ലുക്കിലാണ് വരുന്നത്. ഞാൻ വാങ്ങിയേക്കുന്ന കളർ എന്ന് വെച്ചാൽ ഒരു ബ്ലൂ കൊടുത്ത അങ്ങനത്തെ ഒരു കളറാണ്. ഇത് മൊത്തം 3 കളർ അവൈലബിൾ ആണ്. ഈ IM എന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് ആണ്, അതുകൊണ്ട് ചെവിയിലേക്ക് നല്ല കംഫോർട്ടായിട്ടിരിക്കും. നമ്മൾ എങ്ങനെ ചെവി വയ്ക്കണമെന്ന് പറഞ്ഞുതരാം. ഇങ്ങനെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കിൽ കൂടെ, ചെവിയുടെ ബാക്കിൽ കൂടെ വയ്ക്കണം ഗൈസ്. ഇതാണ് ഗൈസ്, ഇങ്ങനെയാണ് വെക്കേണ്ടത്. ബാക്കിൽ കൂടെ ഇട്ട് ഇങ്ങനെ ഫ്രണ്ട് വയ്ക്കണം, ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഞാൻ ആദ്യം വാങ്ങിയപ്പോൾ ഇച്ചിരി കുഴപ്പങ്ങൾ പറ്റി. ഇങ്ങനെ ഉണ്ടെന്ന് നോക്കുക ഗൈസ്. ഇതിൻ്റെ കൂടെ കുറേ ഇയർ ടിപ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ ചെവിയുടെ സൈസ് അനുസരിച്ച് നമുക്ക് ഇയർ ടിപ്സ് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ചെവി വയ്ക്കുമ്പോൾ നല്ല കംഫോർട്ട് ഇനിയും കിട്ടും ഗൈസ്. അടുത്ത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി പറ്റി പറയാം. ഈ ബഡ്ജറ്റിൽ ഇതിന് നല്ല സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. ലോ മിഡ് ആയാലും ഹൈ മിഡ് ആയാലും മിഡായാലും എല്ലാം കറക്റ്റ് ഒരു വാമായിട്ട് ആയിരിക്കും. ഒത്തിരി ഹൈയോ ആയിട്ടോ അല്ല, എല്ലാം മീഡിയം ആയിട്ട് ക്ലീൻ ആയിട്ടിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേക വിഷയം. നമ്മൾ ഈ IM വെച്ച് ഒരു സോങ് ലിസൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ലോ മിഡ് ഒത്തിരി അറിയത്തില്ല. ബട്ട് അതിൻ്റെ മിഡ് അക്കോസ്റ്റിക് ഇൻസ്ട്രുമെൻ്റ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് ക്രിസ്പി ആയിട്ട് കാണാം. അതാണ് ഈ IMൻ്റെ മെയിൻ ഒരു സ്പെഷ്യാലിറ്റി എന്നും പറയാം. ഇതിൻ്റെ മിഡ് ആകുമ്പോൾ നല്ല സ്മൂത്തായിട്ടേ ഇരിക്കുന്നത്. ഇതിൻ്റെ ട്രിബിൾ എന്ന് പറയുമ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇതാണ് IMൻ്റെ സ്പെഷ്യാലിറ്റി. ഈ ബഡ്ജറ്റിന് പറ്റി നല്ല ഓഡിയോ സൗണ്ട് സിഗ്നേച്ചറാണ് ഇതിന് കൊടുത്തേക്കുന്നത്. KC എന്ന് വെച്ചാൽ നല്ലൊരു ബ്രാൻഡാണ്. സൗണ്ട് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിരിക്കും. ബട്ട് ഇത് സോങ് കേൾക്കുമ്പോൾ ഇതിന് ബാസ് മാത്രം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ബാസ് ഇല്ലെന്നല്ല, ബാസ് കാണും, വന്നാലും ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. നമ്മൾ ഈ IM വേറൊരു ഈ ബഡ്ജറ്റിൽ തന്നെ വേറെ IMൻ്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ബഡ്ജറ്റിൽ തന്നെ കുറേ IMനുണ്ട്. അതെന്ന് വെച്ചാൽ KC ZX-N. അതിൻ്റെ കൂടെയൊക്കെ കമ്പയർ ചെയ്യുമ്പം ഇതിനൊരു സ്മൂത്ത് ഫീലാണ്. അതിൽ ഈ ബഡ്ജറ്റ് ഓഡിയോ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനേക്കാളും ഹൈ ബഡ്ജറ്റിലുള്ള IM ഉണ്ട്. അതൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നല്ല സൂപ്പറായിരിക്കും ഇതിനേക്കാളും. ഞാൻ അടുത്ത എൻ്റെ ഫൈനൽ തോട്ട് പറയാം. ഇതിൻ്റെ തോട്ട് എന്ന് വെച്ചാൽ നല്ലൊരു IM തന്നെ. നിങ്ങൾക്ക് ഒരു ബിഗിനറാണ് ഈ IM എല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ ഈ ബിഗിനറായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഈ IMലോട്ട് പോവാം. പിന്നെ നിങ്ങളൊരു IM വെച്ചിട്ടുണ്ട്, അതിൻ്റെ ബാക്കപ്പിന് വേണ്ടി ഒരു IM വയ്ക്കുന്നതിന് ഈ IM വയ്ക്കാം. എല്ലാം നല്ല മിഡ് റേഞ്ച് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി IM ആണ് ഗൈസ് ഈ IM. Anyone interested to pick this pair of IM, I will put the link in description. Let's check out and buy it with your choice. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ ഇതിനെ പറ്റി വല്ലതും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ സൗണ്ട് എല്ലാം വല്ലതും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞ് ഞാൻ അതിൻ്റെ റിപ്ലൈ അയക്കാം. ഫൈനലി പറഞ്ഞ ഇത് നല്ലൊരു IM തന്നെയാണ്, എനിക്ക് ഫേവറേറ്റ്. ഞാൻ ഇപ്പോഴാണ് ഈ IM വാങ്ങിയത്, ഫസ്റ്റ് IM യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുവോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി IM വാങ്ങിയതാണ്. നല്ല IM തന്നെ. ഇത് വാങ്ങി ഒരു 6 month ആയി. എന്നിട്ടാണ് ഞാൻ റിവ്യൂ ഇടുന്നത്. ഉടനെ ഒരു 2 ദിവസം അങ്ങനെയല്ല, ഞാൻ ഒരു 6 month ആയി. ഇതുവരെ ഒരു കുഴപ്പമൊന്നും വന്നിട്ടില്ല ഇതിന്. ഞാൻ ഒരു 6 മാസമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. മ്യൂസിക് പ്രൊഡക്ഷന് ഇതാണ് യൂസ് ചെയ്യുന്നത്, വേറെ ഹെഡ്ഫോൺ ഇല്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു ഗൈസ്. ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് വേണം നിങ്ങൾ കമൻറ്റ്. ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചത് ഇതേപോലത്തെ കണ്ടന്റ് ഒന്നും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ബൈ. Okay, let's go. എങ്ങനെ കസാല നോക്കിയല്ലേ? ഇതല്ലല്ലോ വാസം കാണിക്കണ്ടേ. അവിടെ ഞാൻ കാര്യം പറയണ്ടേ? ഞാൻ ഇവിടെ കാണിരുന്നു ഇത്ര സ്ക്രിപ്റ്റ് ഞാൻ ഇന്ന് പറഞ്ഞു തീർക്കണം. അത് നടക്കുന്ന കാര്യമല്ല. ഇവിടെ ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങാൻ പോയി. എന്തോന്ന് വെച്ചാൽ